എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഒരു ഒരു ഉസ്താദിൻ്റെ എന്ന് തന്നെ പറയാം, മതപണ്ഡിതൻ എന്ന് പറയുന്നില്ല, ഉസ്താദ് എന്ന് തന്നെ പറയാം. ഉസ്താദിൻ്റെ പ്രസംഗം ഞാനിങ്ങനെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചിലർക്കൊന്നും ദഹിച്ചിട്ടില്ല. അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് കുറച്ചൊക്കെ എന്താ പറയുന്നത്, കടുപ്പത്തിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരോടൊന്നും ഞാൻ തിരിച്ച് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും പോട്ടെ, അതെല്ലാം ഞാനങ്ങ് മായ്ച്ച് കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മോശം പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു വീഡിയോ അവർ കണ്ടതിന് ശേഷം എന്താവും അവരുടെ അഭിപ്രായം എന്ന് അവർ എന്നോട് വന്ന് കമൻറ്റ് ചെയ്യണ്ട. ഞാനിതിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമ്മൾ ഏതൊരു മതത്തിലുള്ള ആളാണെങ്കിലും അതിനകത്ത് പുരോഹിതനെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു പാരമ്പര്യമാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു പുരോഹിതനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ആ പുരോഹിതൻ പറയുന്ന കാര്യത്തിന് എന്ത് തെറിയാണ് നിങ്ങൾക്ക് ആ പുരോഹിതനെ വിളിക്കാനായിട്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്തായാലും തെറിയാണ് മറുപടി എങ്കിൽ എൻ്റെ ചാനലിലേക്ക് വരണ്ട. ഓക്കെ, നിങ്ങളങ്ങ് പോയാൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അതിൽ ദൈവത്തിന് ഇതര മതസ്ഥരും എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്ന നാമങ്ങൾ അതിലുണ്ട്. കാരുണ്യവാനെ എല്ലാ മതത്തിലും ഉപയോഗിക്കുന്നവരാണ്. ദൈവമേ നീ വലിയവനാകുന്നു, ദൈവമേ നീ മഹത്വമുള്ളവനാകുന്നു. ഞാനൊക്കെ അങ്ങനെ വരുന്നതിനെ കൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് പോകുന്നത് എന്നുള്ള ചോദ്യം പലപ്പോഴും ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞ് എവിടെയെങ്കിലും ഇരുന്നാൽ പോരെ. ഇവരുടെയൊക്കെ വേദികളിൽ എന്തിനു പോകുന്നു? ഇത് പ്രസക്തമായി വരികയാണ് ഓരോ ദിവസം ചെല്ലുന്നതോട്. പലപ്പോഴും ഞാൻ ഈ അസുഖം കാരണം മാറി നിന്നപ്പോൾ പലരും കരുതിയത് ഇത്തരം വേദികളിൽ വരാനുള്ള എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും കൂടിയതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പോലും ചിന്തിക്കുന്ന കാലഘട്ടമാണ്. നമ്മോട് സംവദിക്കാൻ കാളികാവ് സ്വാമി ആത്മദാസ്യമി ധർമ്മപക്ഷ ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. Our Father in heaven, holy be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive our sins, as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om Yondam Pravishya Mama Vajamimam Prasuttam Sanjeevayatya Shakti Dharaswadhamnam Anyam Sahastarana Shravanatpagati Pranam Namo Bhagavate Purushaya Tubhyo. Pranam Namo Bhagavate Purushaya Tubhyo. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഏറ്റവും ദൂരം കൊണ്ട് ഈ വേദിയിലേക്ക് വന്നെത്തിയത് ഞാനായിരിക്കും. കോഴിക്കോട് നിന്നാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുകയും വേണം. 11:30-ക്കാണ് ട്രെയിൻ. പൊതുവെ ഈ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാവാറില്ല, ചെന്നൈയിലാണ് ഉണ്ടാവാറ്. 2-3 കാര്യങ്ങൾ. ഒന്ന്, നടുവിന് വേദന എന്നൊക്കെയാണ് ഇവിടെ പറയും. ഞങ്ങളൊക്കെ ഊരവേദന എന്നാണ് പറയുന്നത്. നടുവേദന കശലായി. അതിന്റെ കാരണം ഇങ്ങനെ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് കാറ് പിടിച്ചും വണ്ടി പിടിച്ചും ഒക്കെ ഓടിയതിന്റെ ഫലമായി കശലായ നടുവേദന തുടങ്ങിയത് കൊണ്ട് മാറി നിൽക്കാൻ വേണ്ടി ചിന്തിച്ചപ്പോൾ ചെന്നൈയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ പങ്കെടുക്കാൻ ആദ്യം വിസമ്മതമാണ് അറിയിച്ചത്. കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ ഡൽഹിയിലായിരുന്നു. ഇതിനു വേണ്ടി ഓടിപ്പിടിച്ച് വരിക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായിരുന്നു.
എന്നിരുന്നാലും ഇവിടുത്തെ നിർബന്ധപൂർവമുള്ള സ്നേഹപൂർവമുള്ള പരസ്യം വന്നത് എന്തായാലും കണ്ടില്ലേ? ക്ഷണം പ്രത്യേകിച്ച് കാലഘട്ടത്തിന്റെ ആവശ്യമാണല്ലോ ഇത് എന്ന് ഓർക്കുമ്പോൾ വരാതിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും നമ്മൾ ഇന്നൊരു ദേവാലയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരല്പം കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഞാൻ പൊതുവെ അങ്ങനെ ഓരോ വേദികളിൽ ഒരുങ്ങി പ്രസംഗിക്കുന്ന ഒരു രീതിയില്ല. രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്, പ്രസംഗികരുണ്ട്. ചിലവർ സ്പീക്ക് ടു തിങ്ക് ആണ്, ചിലവർ തിങ്ക് ടു സ്പീക്ക് ആണ്. തിങ്ക് ചെയ്ത് ഒരുങ്ങി വിഷയം വിചാരിച്ചു വന്നുകൊണ്ട് സ്പീക്ക് ചെയ്യുന്ന ആളുകളാണ് അക്കാഡമിക് ലെവലുള്ള പല ആളുകളും. നല്ല പ്രസംഗങ്ങളായിരിക്കും അവരുടെ, അർത്ഥഗർഭവും സമ്പുഷ്ടവും ആശയങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ അവർ ഒരുക്കി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടാകും. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ഒരിക്കലും ആ ഒരു ഗണത്തിൽ പെടാൻ കഴിഞ്ഞിട്ടില്ല. സ്പീക്ക് ടു തിങ്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി അങ്ങ് പറഞ്ഞു തുടങ്ങുക, ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നു മതപ്രഭാഷകരോ അല്ലെങ്കിൽ മതം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ അധികവും അങ്ങനെയാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നൊരു സന്ദർഭമുണ്ട്, നിങ്ങളങ്ങ് പോവുക, എന്താണോ പറയേണ്ടത് അവിടെ പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ വായിൽ പറഞ്ഞു. സൂഫി സമ്പ്രദായത്തിൽ അതിന് തത്തുല്യമായി പറയാറുണ്ട്, അള്ള വുജൂദായിട്ട് പറയുന്നത് പറഞ്ഞാൽ മതി, നിന്റേതായിട്ടുള്ളൊന്നും അവിടെ പറയണ്ട. എന്താണോ കാലഘട്ടത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ ദൈവത്തിന് എന്ത് സന്ദേശമാണോ നിന്നിലൂടെ കൊടുക്കാനുള്ളത് അത് ദൈവം തന്നെ ചിട്ടപ്പെടുത്തട്ടെ എന്ന് ചിന്തിക്കുന്ന ആ സമ്പ്രദായം വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയത് കൊണ്ടോ എന്തോന്നറിയില്ല, അക്കാഡമിക് ലെവലിലുള്ള ഒരു പ്രസംഗവും ഇന്നുവരെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഇവിടെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തായിരിക്കണം ഇന്നത്തെ, കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാണ്. വേദിയിലുണ്ട് പുരോഹിതന്മാർ, എന്റെ മുന്നിലുണ്ട് പുരോഹിതന്മാർ, അങ്ങനെയൊക്കെ ഉള്ളവർ ഇരിക്കുന്ന വേദിയിൽ ഞാൻ എന്താണ് പറയേണ്ടത്? ദൈവത്തിനോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവമേ എന്താണ് ഞാൻ എന്നിവിടെ പറയുക? എനിക്ക് തോന്നുന്ന ഒരു വിഷയം, നമ്മൾ ഇന്ന് പല സൗഹാർദ്ദ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പല സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ പല വേദികളിൽ പോകേണ്ടുന്ന ആവശ്യകതകൾ വരാറുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ കൺഫ്യൂഷൻസ് ആണ്. നമ്മൾ ഇത്തരം ഇന്റർ റിലീജിയസ് ഡയലോഗുകളിൽ അല്ലെങ്കിൽ ഇത്തരം മതസൗഹാർദ്ദ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകും. എന്റെ വിശ്വാസം എനിക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നമ്മുടെ തൗഫീഖ്, നമ്മുടെ ഹിദായത്ത്, നമ്മുടെ ഇഖ്ലാസൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയതായ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കണമെന്ന്, അതിൽ നിന്ന് നിന്റെ കർത്താവായ ദൈവമേകനാകും. മേലെ ആകാശത്തിലോ ഭൂമിയുടെ ഇടയിലോ വെള്ളത്തിന്റെ നടുവിലോ ഒന്നും മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാത്തിൻ്റെമായ ഈ ദൈവത്തിന്റെ പ്രതിച്ഛായകളും മുഖച്ച് പള്ളികളിൽ നമ്മളൊക്കെ കാണുന്ന ഒരു, ഇപ്പൊ ഇവിടെ മതപുരോഹിതന്മാരുണ്ട്, മനസ്സിലൂടെ എന്തെങ്കിലും കൊണ്ട് തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുകയും ചെയ്യും, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയണമെങ്കിൽ മതവിശ്വാസത്തിന്റെ ആഴമുള്ളവർക്കേ കഴിയൂ. അത് നമസ്കാരം നിലനിർത്തുന്നവന്റെ ലക്ഷണമാണ്, അത് ആരാധനയിൽ ആഴ്ന്നു പോയവന്റെ ലക്ഷണമാണ്. നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ ദൈവം അത് നിനക്ക് വെളിപ്പെടുത്തി തരുന്നു. ആരാണ് നിന്റെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നിന്റെ സഹായം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിന്റെ സ്രോതസ്, നിന്റെ വിഭവങ്ങൾ ആർക്കൊക്കെയാണ് നീ പങ്കുവെക്കേണ്ടത് എന്ന് ദൈവം തരുന്ന ഒരു ഹോട്ട് ലൈൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമസ്കാരം പോലും ആരാധന പോലും മനുഷ്യനോടുള്ള ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ വിഭവങ്ങളെ ഷെയർ ചെയ്യാനായിട്ടാണ് ഓരോ മതങ്ങളും ഇവിടെ വിഭാവന ചെയ്തിരിക്കുന്നത്. ഇത്തരം കഥകളൊക്കെ എല്ലാ ഗ്രന്ഥങ്ങളിലുണ്ട്. കാക്കയ്ക്ക് അപ്പം കൊണ്ട് കൊടുത്ത കഥ ഉണ്ട് ബൈബിളിൽ, പഴയ നിയമത്തിൽ. കാക്ക അപ്പം കൊണ്ട് കൊടുക്കണ കഥ ഏത് പ്രവാചകന? ഏലിയ പ്രവാചകനോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അല്ല, അത് നോഹേനോട്. ഏലിയ പ്രവാചകൻ
പ്രവാചകൻ ഒരു സ്ഥലത്ത് മറുതലിച്ച് നിൽക്കുകയാണ് ദൈവത്തിനോട്. ദൈവം പറഞ്ഞൊന്നും കേൾക്കണില്ല. വിശക്കുമ്പോ അങ്ങനെ കാക്ക അപ്പം കൊണ്ട് മരുഭൂമിയിൽ എന്ത് കാക്ക ഉണ്ടെങ്കിൽ തന്നെ കാക്കയ്ക്ക് മനുഷ്യനപ്പം കൊടുക്കില്ല, പണിയുള്ള മനുഷ്യന്റെ അപ്പം കൊത്തി പറക്കലല്ലേ കാക്ക ചെയ്യേണ്ടത്. പക്ഷെ നേരെ വിപരീതമായി, പ്രകൃതി വിരുദ്ധമായി, അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്ന പ്രോസസ്സിനെതിരായി ദൈവം അനേക സമയത്ത് ഈ ഏലിയാവിനെ കരുവേലകത്തിന്റെ കീഴിലിരുന്ന് ഇയാളെ അതെ ഈ കാക്കയെ കൊണ്ട് അപ്പം കൊടുത്തപ്പോൾ ആ പൊട്ടന് മനസ്സിലായത് ദൈവത്തിന് വേറൊരു പ്ലാൻ ഉണ്ട്. ഇത്രയും കാരുണ്യം എന്നോട് കാണിക്കുമ്പോൾ എന്റെ ജീവിതം ഞാൻ എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞ് അവരെ എത്രത്തോളം ഇത് പറഞ്ഞ് മനസ്സിലാക്കി മതജീവിതത്തിന്റെ പ്രവർത്തനത്തിലേക്ക് ഞാൻ പോകണം എന്ന് തീരുമാനിച്ച സംഭവം ഉണ്ട്. അപ്പൊ പിന്നെ ഏത് മതത്തിലാണ് തങ്ങളുടെ ആരാധനാ ജീവിതം മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന അത്രയ്ക്കും ആഴത്തിൽ ദൈവത്തിൽ നിന്നുള്ള സന്ദേശം ലഭിക്കുന്നവരായി മാറാതിരിക്കാൻ ആരാണ് ഇവിടെ എതിര് നിൽക്കുന്നത്? അതുകൊണ്ട് എന്റെ മതജീവിതത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ അനന്യാസ് ചിന്തയന്തോമാം യേജനാപര്യുപാസതേ ദേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന ഗീതയിൽ ഒരു ശ്ലോകം. എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന എന്റെ ഭക്തന്മാരുടെ യോഗക്ഷേമം ഞാൻ ചെയ്തോളാം. യോഗക്ഷേമം വഹാമ്യഹങ്ങൾ കണ്ടിട്ടുണ്ടാവും. LICന്റെ അടിയിൽ വെച്ച ഈ കൈയിന്റെ അടിയിൽ ഒരു വിളക്കും 2 കൈയുമല്ല LICന്റെ ചിഹ്നം. അതിന്റെ അടിയിൽ എന്താ ഒരു സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, യോഗക്ഷേമം വഹാമ്യഹം. അവിടെയൊന്നും അല്ലാതെ എഴുതേണ്ടത്. ഓരല്ല നമ്മുടെ യോഗക്ഷേമം നോക്കേണ്ടത്. ഭഗവാൻ പറയുകയാണ്, നിങ്ങളുടെ യോഗക്ഷേമം ഞാൻ നോക്കിക്കോളാം. അതായത് നിങ്ങൾക്കുള്ള ഭക്ഷണം വരെ കാക്കയിലൂടെയോ ഏതെങ്കിലും ജീവിയിലൂടെയോ കൊണ്ടുതരും. എനിക്ക് തോന്നുന്ന മൃഗങ്ങളിലൂടെ കൊണ്ടുതരിപ്പിക്കലാണ് ദൈവത്തിന് കുറച്ചുകൂടി എളുപ്പം. മറ്റേത് നിങ്ങൾ ആദ്യം വിശ്വാസിയാക്കണം, നിങ്ങൾ പിന്നെ ആരാധന നടത്തണം, നിങ്ങൾ പിന്നെ നമസ്കരിപ്പിക്കണം, എന്നിട്ട് നിങ്ങൾ മഹ്റൂമികളെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പ്രോസസ്സ്. കാക്കനോട് വന്ന കാക്ക വേണം. ഇതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് മതജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തിട്ടപ്പെട്ടോളും നിങ്ങൾ പറഞ്ഞോളാം. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് പറഞ്ഞു ഒന്നാമത്തെ സിലബസ്, ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തെ അവനവന്റെ മത നേതാക്കളും അവനവന്റെ പ്രവാചകന്മാർ, അവരെ നിങ്ങൾ ദൈവത്തോളമോ ദൈവതുല്യമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഈ ഏകനായ ദൈവത്തെ തന്നെ ബഹുമുഖമായി പറയാനോ ചെയ്യാനോ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടം. അവിടേക്കാണ് മതങ്ങൾ വ്യത്യസ്തമാകുന്നത്. പക്ഷെ അടിസ്ഥാനത്തിൽ മതങ്ങൾ വ്യത്യസ്തമല്ല. മൂന്നാമത് അച്ഛനമ്മമാരോടുള്ള ക്രിസ്ത്യൻ അച്ഛനമ്മമാരോട് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് വെച്ചാൽ ഒരുപാട് ദൈർഘ്യമുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ഒരുപാട് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ് കാണിച്ചത്. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെയൊക്കെ വന്ന് തെറി വിളിക്കുന്ന ഇവരെ പോലുള്ള ആളുകളുടെ അടുത്ത്, സന്യാസ ജീവിതം നയിക്കുന്ന ഇവരെ പോലുള്ള ആളുകളുടെ അടുത്തൊക്കെ എന്തായിരിക്കും പറയാനുള്ളത് അറിയില്ല. വേണമെങ്കിൽ ഇവരെയും തെറി വിളിക്കും ആ കൂട്ടർ. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ, ഇന്ന് എന്നെ കുറേ ആളുകൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും എന്നെ വിമർശിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ തരികയാണ്. എല്ലാവർക്കും സർവ്വമംഗളം നേരുകയാണ്. എല്ലാവരും ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായവരൊക്കെ ഒന്ന് സബ് ചെയ്തേക്കണേ, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.